ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 10നുള്ളിൽ ഉണ്ടാവുന്ന അറിയായിരുന്നു. എന്നാലും ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ല ഫസ്റ്റ് ടൈം. ഞാൻ +2 കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ടൈം എഴുതിയതാ. ഞാൻ പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരിയിൽ. ഞാൻ 9th തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 10th ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എഞ്ചിനീയറിംഗിലോട്ട് പോകണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോ അങ്ങനെ എടുത്തു. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാത്തിനും ആളുണ്ടല്ലോ. എനിക്ക് IIT ഖരഗ്പൂർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ കിട്ടി. അപ്പൊ ഈ മാസം അവസാനം പോണം. അപ്പൊ അതിന്റെ ഉള്ള ഒരുക്കങ്ങളിലൊക്കെ ആണ്. നമ്മൾ നാട്ടുകാരോട് ചോദിക്കുമ്പോഴേ ഈ ദേവാനന്ദന് റാങ്ക് കിട്ടുന്ന ഒരു കുടുംബമുള്ള കാര്യമല്ല. അതിപ്പോ NCERT ബേസ്ഡ് തന്നെയാണ് മോസ്റ്റ്ലി പ്രിപ്പറേഷൻ നടന്നത്. പിന്നെ കീമെന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ, എല്ലാം ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഉള്ള സംഭവങ്ങളാണ് ചോദിക്കുക. പിന്നെ കെമിസ്ട്രി ഒക്കെ കുറച്ച് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണാതെ പഠിക്കുക. പിന്നെ ടൈം മാനേജ് ചെയ്യണം. ഇപ്പൊ ഈ വർഷം തൊട്ടായിരുന്നു ഓൺലൈൻ ആക്കി. അപ്പൊ 3 മണിക്കൂർ എക്സാം ഉണ്ടായിരുന്നുള്ളൂ 150 ക്വസ്റ്റ്യനും. അതില് പകുതി ക്വസ്റ്റ്യൻസ് മാത്സ് ആയിരുന്നു. പിന്നെ 45 ഫിസിക്സും 30 കെമിസ്ട്രി. അപ്പൊ തന്നെ ടൈം മാനേജ്മെന്റ് നല്ലൊരു റോള് ഈ എക്സാമിൽ വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. കാരണം മാത്സ് 75 ചെയ്ത് തീർക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ചെയ്യുക, അതൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ടൈം ടേബിൾ ഉള്ള ആളൊന്നും അല്ല ഞാൻ. ചില ദിവസം കുറച്ച് കൂടുതൽ പഠിക്കും, ചില ദിവസം ഒട്ടും പഠിക്കത്തില്ല. അങ്ങനെയൊക്കെ. എനിക്കിപ്പോ IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടി. അപ്പോ ഈ മാസം അവസാനം റിപ്പോർട്ട് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ക്ലാസ് തുടങ്ങും. അല്ലല്ല, ഇന്ത്യയിലൊന്നുമില്ല. അല്ല, JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് 682 ആയിരുന്നു. JEE അഡ്വാൻസിന് ഓൾ ഇന്ത്യ റാങ്ക് 3165 ആയിരുന്നു. പിന്നെ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 ആയിരുന്നു. കുസാറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് 14. ഇപ്പൊ കീമിന് 1. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ കെമിസ്ട്രി ടീച്ചറാ, ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി സ്കൂൾ തടിയൂര്. അപ്പൊ അതും പിന്നെ അച്ഛൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം പത്തനംതിട്ടയില്. അപ്പൊ അച്ഛന് പിന്നെ മാത്സിൽ PG ഒക്കെ ഉള്ള. അപ്പൊ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കും, അമ്മയോടും ചോദിക്കും. അങ്ങനെ ഹെൽപ്പ്. അനിയനും പറഞ്ഞില്ലേ അത്. വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ജഗദീശ്വരന് നന്ദി പറയുന്നു. എൻ്റെ മോന് ഇപ്പം പിന്നെ കൊച്ചുനാളിൽ മുതലേ നല്ലൊരു റേഞ്ചിൽ പോകുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ പിന്നെ ഇത് നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. അവന് പിന്നെ 1ാം റാങ്ക് കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആ എൻട്രൻസിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പം തന്നെ നല്ല ഒരു മാർക്ക് അവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതേതായാലും ദൈവം സാധിച്ചു വന്നു. വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങൾ അവൻ്റെ കൂടെ നിന്നു. അവൻ അതുപോലെ നന്നായിട്ട് പഠിച്ചു. അവൻ്റെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ അവൻ പഠിച്ചെടുത്തത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. ഇവിടെയാണ് താമസം, സ്വന്തം വീട് ഇവിടെയാണ്. അപ്പോൾ അവന് പിന്നെ 9ാം ക്ലാസ്സിൽ കൊറോണ സമയം മുതൽ ഞങ്ങളൊരു ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു. 9ാം ക്ലാസ് +1 +2 ആയപ്പോഴത്തേക്ക് അവിടെ ചങ്ങനാശ്ശേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവൻ്റെ കൂടെ നിന്ന് പഠിക്കുകയായിരുന്നു. പ്ലാസിഡിലാണ് അവൻ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പത്തനംതിട്ടയിലാണ് ജില്ലയിലാണ് ജോലി. അപ്പോൾ അത് പിന്നെ എല്ലാം കൊണ്ടും അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അവൻ്റെ കൂടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സന്തോഷം, വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ സബ്ജക്റ്റ് ഹെൽപ്പൊന്നും ചെയ്യാറില്ല. പിന്നെ അവൻ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുവാണെ ഡിസ്കഷൻ, അല്ലാതെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് നല്ല ബേസ് ഉണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. ഒരുപാട് സമയം പഠിക്കും, 6 മണിക്കൂർ ഉറങ്ങും. ബാക്കി സമയമെല്ലാം എനിക്ക് തോന്നുന്നു പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ സംസാരത്തിലും ഒക്കെ, ഞങ്ങളുടെ ഫാമിലി സംസാരത്തിലും ഒക്കെ വേറെ എന്തെങ്കിലും പറയുവാണെങ്കിലും അവസാനം അവൻ IIT പോണ കാര്യങ്ങൾ, അങ്ങനെയുള്ള സപ്പോർട്ടുകൾ മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. പിന്നെ ദൈവാനുഗ്രഹം.